പിറ്റേ ദിവസം ഡേവിസും ഒരുപാട് ചീത്തയല്ല ഇങ്ങനെ സങ്കടം പറഞ്ഞു. ചേട്ടൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് ഭയങ്കര ബോറ് പരിപാടിയിലേക്കാണ് പോണത്. പലരും ഉപദേശിച്ചു, സ്വന്തമായിട്ടും ഉപദേശമുണ്ട്, പക്ഷേ ഇത് മാറ്റാൻ കഴിയുന്നേ ഇല്ല. അങ്ങനെ ഈ അവാർഡും കൊണ്ട് പിന്നെ നേരെ സെറ്റിലേക്കാണ് പോകുന്നത്. സെറ്റിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഞാനും ചേതനും അവാർഡ് വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് വരുന്നത്. എന്നെ കൊണ്ടുവന്നത് ഇവരെല്ലാവരും കൂടി പിടിച്ച്, അവാർഡ് വാങ്ങിച്ച ആളാണ്, പിടിച്ച് എടുത്തുകൊണ്ട് പോയി വണ്ടിയിലിട്ട്. ഞാൻ നേരം വെളുക്കും വണ്ടിയിൽ കിടക്കുകയാണ്, വണ്ടി പോകുന്നുണ്ട്. ഡേവിസിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡേവിസ് എൻ്റെ അമ്മ സഹിച്ച പോലെ തന്നെ, ഒരു കാര്യമില്ല ഡേവിസിനെ അങ്ങനെ സഹിക്കണ്ടേ, എന്നെ സഹിച്ച ഒരാളാണ് ഡേവിസും ആഷിക്കും ഒക്കെ. ആഷിക്കിന് അത്രയും മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പക്ഷേ ഡേവിസിന് ഒരുപാട് എൻ്റെ മദ്യപാനം കണ്ട് ഡേവിസിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഡേവിസിനെ ഉപദ്രവിക്കാൻ പോവുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴും ഞാൻ വിളിച്ചാൽ ഓടി വരുന്നു, എനിക്ക് വേണ്ടി ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. ഒരു ആത്മബന്ധം, ഒരു സ്നേഹം എവിടേക്കോ ഇപ്പോഴും ഡേവിസ് കാത്തു സൂക്ഷിക്കുന്നു. ലവ് യു ഡേവിസ്. അങ്ങനെ കാർബൺ സിനിമ ഗംഭീരമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിനകത്ത് പറഞ്ഞ ഒരുപാട്, എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട കുറേ ടെക്നീഷ്യൻസിനെ പരിചയപ്പെടുകയും അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റി എന്നുള്ളതാണ്. കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം, അങ്ങനെ വലിയ വലിയ സിനിമകളാണ് പിന്നെ അവസരങ്ങൾ വരുന്നത്. വേറൊരു സംഭവം ഉണ്ടായത്, ആട് 2ൻ്റെ വിജയം, ആട് 2ൻ്റെ വിജയമോ 1ൻ്റെ ആണോ ഏതോ ഒരു വിജയം ആഘോഷിക്കുകയാണ്. അപ്പോൾ മിഥുൻ എന്നെ പേഴ്സണലി വിളിച്ചു ചടങ്ങിന്. ഈ അലമാരയുടെ ബന്ധമുണ്ടല്ലോ, അവിടെ ചടങ്ങിന് പോകുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കഴിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കഴിപ്പിൽ അത്യാവശ്യം നല്ല മൂഡായി. ഫ്രണ്ടിലിരിക്കുന്നത് മമ്മൂക്കയാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്, ജയസൂര്യ, അങ്ങനെ കുറേ പേരുണ്ട്. എന്നെ വേദിയിലേക്ക് വിളിക്കും, 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. വിജയ് ബാബു ചേട്ടനാണ് എന്താ പറയുക, അത് കോർഡിനേറ്റ് ചെയ്യുന്ന, ആളുകളെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നെൽസൺ ചേട്ടനും നോബി ചേട്ടനും കൂടി ഒരു സ്കിറ്റ് ചെയ്യുക. ആ സ്കിറ്റ് അവർ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് ഇങ്ങനെ അതിൻ്റെ കയ്യടിയിലേക്ക് ഇങ്ങനെ നിർത്തി. ഞാൻ വെറുതെ അങ്ങോട്ട് കയറിയിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട്, എനിക്കപ്പോൾ ഈ മയക്കുമരുന്ന് അടിച്ചവരുടെ അവർ അവതരിപ്പിച്ച സ്കിറ്റുമായിട്ട് ബന്ധമുള്ള എന്തോ ഒരു ഇതിലാണ് കയറിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച്, അപ്പോൾ ഇതെന്താ സാധനം, അവരുമായിട്ട് ഒരു ബന്ധവുമില്ല, അതായത് പ്ലാൻ ചെയ്തതല്ല, വെറുതെ അങ്ങോട്ട് കയറി. അപ്പോൾ നോബിചേട്ടൻ എന്തോ പറഞ്ഞ് അത് അങ്ങോട്ട് ഒപ്പിച്ച് സെറ്റ് ചെയ്തങ്ങ് മാറ്റി. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയും മറ്റ് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ മുമ്പിലിരിക്കുകയാണ്. ഭാഗ്യത്തിന് അവർ രണ്ടുപേരും കഴിവുള്ള നല്ല കലാകാരന്മാരായതുകൊണ്ട് അവരിതിനെ ഈ സ്കിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നെ ഒറ്റപ്പെടുത്താതെ, അല്ലെങ്കിൽ ഞാൻ ബോധം കെട്ട് കയറിയേക്കണതാണെന്ന് അറിയിക്കാതെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ട് കളിച്ച് എന്നെ അങ്ങോട്ട് ഉരുട്ടി കൊണ്ടുവന്നു. അത്യാവശ്യം കയ്യടിയൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പിന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആരും അത് പിന്നെ നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കുകയൊന്നും ചെയ്തില്ല എന്നോട്. പിന്നെ നെൽസൺ ചേട്ടൻ ചോദിച്ചു, എന്താണ് നീ എന്നാൽ നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നല്ലോ. നോബി ചേട്ടൻ വെച്ചു, നീ എന്ത് സാധനമാണോ അടിച്ചതെന്ന് ചോദിച്ചു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു, പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. സിനിമയിൽ അധികം ആയുസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയൊരു ദിവസമായിരുന്നു. കാരണം ഇങ്ങനെ പോയാൽ നമ്മൾ വലിയ വലിയ വേദികളിൽ അപമാനിതനാവും. നമ്മളെ ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി സാറ് ഒക്കെ എന്താ പറയുക, അത്യാവശ്യം എന്നെ ഇഷ്ടമാണ്. മെസ്സേജൊക്കെ ചെയ്താൽ കേൾക്കുകയോ തിരിച്ച് അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കുകയൊക്കെ ചെയ്യുന്ന, അതൊക്കെ വലിയ ആ വോയിസൊക്കെ ഇടുക, അല്ലെങ്കിൽ ഒരു ഓക്കെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്നൊരു അംഗീകാരമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ
മരിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ആർട്ടിസ്റ്റ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന് മണിച്ചേട്ടൻ്റെ പരിപാടിക്ക് പോയി അവിടെ നിന്ന് കയ്യിൽ നിന്ന് പോയതൊരു കാരണമാക്കി പിറ്റേ ദിവസം സന്തോഷേട്ടനെ വിളിച്ച് സന്തോഷേട്ടൻ വന്നു. സന്തോഷേട്ടനും അറിയാം ഇത് കൊണ്ടുപോകേണ്ട സമയമായി എന്നുള്ളത്. ഞാൻ തന്നെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോയില്ല, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ചു. എൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 3 വയസ്സ് മുതലുള്ള കാര്യങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വീട്ടുകാരുടെ കുറ്റം, അത് പ്രണയം, അങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ പറഞ്ഞ് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഒരു വെള്ള പെയിൻ്റ് അടിച്ച ഒരു ഭിത്തി, എന്നിട്ട് ഇതേപോലെ ഒരു കസേര ഇട്ട് തന്നിട്ട് ആ ഭിത്തിയിൽ ഈ പറഞ്ഞ കഥയൊക്കെ ആദ്യം മുതൽ ഒന്ന് കാണാൻ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിത് ഇങ്ങനെ കുറേ നേരം ഇന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചിങ്ങനെ വിഷ്വൽ കിട്ടും, കട്ടായി പോവും, പിന്നെ ഇങ്ങനെ ശ്രമിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും പറ്റില്ല. അല്ല നോക്ക് പറ്റും, കിട്ടും, സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റും, ഒന്ന് ശ്രമിച്ചു നോക്ക്, താനാദ്യം അത് വിശ്വസിക്കുക, കാണാൻ പറ്റുമെന്നുള്ള കാര്യം വിശ്വസിക്കുക, എന്നിട്ടൊന്ന് ആഴ്ന്ന് അന്നത്തെ ദിവസത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ ആ ട്രീറ്റ്മെൻറ്റിന് വിധേയനായി. എൻ്റെ കൺമുന്നിൽ ഞാൻ ചെയ്തു കൂട്ടിയ സകല തെമ്മാടിത്തരവും കള്ളത്തരവും നുണയും നൊണ്ണാച്ചിയും നല്ലതും ചീത്തയും എൻ്റെ ആർത്തിയും എൻ്റെ മോഷണവും എൻ്റെ കാമവും സകലതും ഞാൻ വീണ്ടും കാണുക. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അറയ്ക്കുന്നു, ചില സ്ഥലങ്ങളിൽ വിങ്ങിപ്പൊട്ടും, ചില സ്ഥലങ്ങളിൽ ദേഷ്യം വരുന്നു. അവിടെ ഇരുന്ന് എല്ലാ വികാരങ്ങളും പ്രകടിപ്പിച്ചു. അവൻ ചിരിക്കുന്നു തന്നെത്താനിരുന്ന്. ഞാൻ എൻ്റെ സിനിമ കാണുക. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ആ മനുഷ്യനെ ഞാൻ മറക്കില്ല. ആ മനുഷ്യനാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ ട്രീറ്റ്മെൻറ്റാണ് അന്ന് കണ്ട് ഞാൻ വെറുത്തതാണ് മദ്യം. ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോഴും ആ വെറുപ്പ് മാറിയിട്ടില്ല. മദ്യപാനം നിർത്തിയിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക, പുതിയൊരു ശ്വാസം, പുതിയൊരു പ്രകാശം. കാറ്റൊക്കെ ഇപ്പം എൻ്റെ ശരീരത്തിൽ അടിക്കാൻ തുടങ്ങി. മറ്റത് കാറ്റാണോ മഴയാണ്, മഴ പെയ്താലും വെയിൽ വന്നാലും ഒന്നും അറിയില്ല, തൊലി ഉണ്ടോയെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ജീവിതം, അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വിജയിച്ചു. പിന്നീട് എനിക്ക് മദ്യപിക്കാനുള്ള ആ ഒരു ഉറച്ച തീരുമാനം ഉണ്ടാക്കി. വേറെ മെഡിസിൻ ഒന്നും എടുത്ത് നിർത്തേണ്ട വന്നില്ല. ആ ഉറച്ച തീരുമാനത്തിൽ മദ്യപാനം നിർത്തി. പുകവലി ഉണ്ടായിരുന്നു. പുകവലി കുറേ നാൾ പുകവലി ഉണ്ടായിരുന്നു. പക്ഷേ മദ്യപാനം നിർത്തിയപ്പോൾ തന്നെ പൈസ കയ്യിൽ വരാൻ തുടങ്ങി. ഈ നമ്മുടെ അനാവശ്യമായിട്ടുള്ള പുതിയ വന്നു കയറിയ കുറേ പരിചയമില്ലാത്ത പണ്ട് മുതലുള്ള അല്ലാത്ത കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ പോകാൻ തുടങ്ങി. ആൾക്കൂട്ടം കുറഞ്ഞു തുടങ്ങി. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാവാൻ തുടങ്ങി. നമ്മൾ വീട്ടിലും മര്യാദയുള്ളവനായി തുടങ്ങി. വീട്ടിലെ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ഈ 35-ാമത്തെ 36-ാമത്തെ വയസ്സിൽ വന്ന ഈ ബോധോദയം ഒരു 20 വയസ്സിലൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ ആരായേനെ? എനിക്ക് എന്തൊക്കെ പഠിക്കാമായിരുന്നു, എനിക്ക് എവിടെയൊക്കെ പോവാമായിരുന്നു, എനിക്ക് എന്തൊക്കെ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ മുഴുവനും പറഞ്ഞത് ഈ ഒരു വേർഡ് പറയാനാണ്. ഇത് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതും. അല്ലാതെ ഒരു വ്യത്യസ്തമായ ഇതുവരെ കേൾക്കാത്തൊരു ജീവിതമൊന്നുമല്ല. ഇതിനേക്കാൾ ആഴമായ ജീവിതങ്ങൾ കണ്ടവരും കേട്ടവരുമാണ് മലയാളികൾ. നിങ്ങളുടെ മുമ്പിൽ മണികണ്ഠൻ്റെ ഈ ഒരു ജീവിതം അത്ര വലിയ കാര്യമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഇതിലും പട്ടിണിയിൽ നിന്ന് കയറി വന്ന് കോടീശ്വരനായവരും വലിയ വലിയ കലാകാരന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പക്ഷേ ഈ കുണ്ടും കുഴിയിലും വീണ് ചേറി നിന്ന്
എഴുന്നേറ്റ് കുളിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ചേറിൽ കിടക്കുന്നവരോ ചേറിലേക്ക് വീഴാൻ സാധ്യതയുള്ളവർക്കോ ഒരു പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ചരിത്രം എന്നിലൂടെ എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ വരാനുള്ള ഒരു മോട്ടിവേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ സത്യത്തിൽ എൻ്റെ ജീവിതം പറയൽ നിർത്തണം എന്ന് തീരുമാനിച്ച ഒരാളാണ്. ഈ ഇൻ്റർവ്യൂസിനൊന്നും ഇനി പേഴ്സണൽ കാര്യങ്ങൾ ഇനി പറയണ്ട, മതി, അത്രയും സമൂഹ നന്മയൊക്കെ മതി. ഇനി ഇങ്ങനെ നമ്മുടെ കുറ്റവും കുശുമ്പും ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഇങ്ങനെ കൊള്ളില്ലാത്ത കാര്യങ്ങളും എൻ്റെ മോശപ്പെട്ട കാര്യങ്ങളും കരച്ചിലും ദാരിദ്ര്യവും ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് അവസാനിപ്പിച്ച ഒരാളാണ്. ചരിത്രം എന്നിലൂടെ എന്ന ഈ പരിപാടിയിലേക്ക് വരുന്നത് ഇത് എക്കാലവും അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ഞാനിതിൻ്റെ ഒരു ആരാധകനും കൂടിയാണ്. പല വ്യക്തികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിലൂടെയാണ്. അപ്പോൾ ഇത് എന്തായാലും ഇത് കാലങ്ങളോളം ഇത് വായിക്കപ്പെടും, ഈ പരിപാടി, അല്ലെങ്കിൽ കാണപ്പെടും, കേൾക്കപ്പെടും. അത് ആർക്കെങ്കിലുമൊക്കെ നന്മയുണ്ടാവും എന്നുള്ളതാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഭിത്തിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഉടനെ തന്നെ പിറ്റേ ദിവസം മുതൽ ഡീസൻ്റ് ആവുകയല്ല ചെയ്ത്. കുറേ നാൾ ഒരുപാട് ഇത് പഠിക്കാൻ അത്രയും പാടുപെട്ടിട്ടുണ്ടാവില്ല. അതായത് മദ്യപാനം പഠിക്കാനും ഒരു നല്ല മദ്യപാനിയായി മാറാനും ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനൊന്നും എനിക്ക് ഇത്രയും ദിവസം വേണ്ടി വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നിർത്തി അതിൽ നിന്ന് ഊരി പോരാനായിട്ട് ഒരുപാട് പണിപ്പെടേണ്ട വന്നു. ഞാൻ ആ സമയത്ത് താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. ഇവിടെ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലെ റോയൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ആ ഫ്ലാറ്റിൻ്റെ പേര്. ആ സമയത്ത് ആഷിക്ക് കൂടെ ഉണ്ട്. ഒരു ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഫ്ലാറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് NM എന്ന് പറഞ്ഞിട്ട് ഒരു ബാറുണ്ട്. അപ്പോൾ നമ്മൾ സിനിമാ താരമായതുകൊണ്ട് ലോക്കലിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പുറത്ത് നിന്ന് ലോഞ്ചിലേക്ക് പോകാൻ ആളുകൾ കാണാതെ പോകാനുള്ള സൗകര്യമൊക്കെ അവരുണ്ടാക്കി തരും. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് കഴിക്കാം. സ്ഥിരമായിട്ട് വർക്കില്ലാത്ത സമയത്ത് അവിടെ പോയിരുന്ന് ഉച്ചഭക്ഷണമൊക്കെ ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ നിർത്താൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒതുക്കി വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ, പുസ്തകങ്ങൾ, ഓഫീസ് പോലെ ഒരു സെറ്റപ്പൊക്കെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്ക്രിപ്റ്റുകൾ വന്നേക്കുന്നത്, അതേപോലെ കണക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന ഫയലുകൾ, ഫോട്ടോസിൻ്റെ ആൽബങ്ങൾ, അതൊക്കെ ഒരു അലമാരിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തുണികൾ അലമാരിയിൽ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അടുക്കളയിലൊക്കെ എപ്പോഴും ഒതുക്കിയായിരിക്കും ഉള്ളത്. പക്ഷേ ഞാൻ ഈ അടി നിർത്താൻ വേണ്ടിയിട്ട് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ പതുക്കെ അത് വിറച്ചു തുടങ്ങും. ഇത് അടിക്കണം എന്നുള്ളൊരു ആലോചന രാവിലെ തന്നെ തുടങ്ങും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ വലിച്ച് വാരി ഇടും. എന്നിട്ട് അത് ഒതുക്കും. ഈ ഒതുക്കിയത് തന്നെ വീണ്ടും ഒതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമയം കളയുക എന്നുള്ളതാണ്. സമയം ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് വലിക്കാനോ കുടിക്കാനോ ഉള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സമയം കളയാനായിട്ട് ഈ വീട് നന്നാക്കൽ പ്രക്രിയ ഒരു ആയുധമായിട്ടെടുത്തു. അടിച്ചു വാരുക, തുടയ്ക്കുക, അടുക്കി ഒതുക്കി വെച്ചത് വീണ്ടും മാറ്റിയിടുക, പിന്നെ സോഫ അങ്ങോട്ട് ഇടുക, TV ഇപ്പുറത്തേക്ക് വയ്ക്കുക. ഇങ്ങനെ ചെയ്ത് രാത്രിയാക്കും. എങ്ങനെയെങ്കിലും ഈ അടയ്ക്കുന്ന സമയമാക്കും. 10 മണി വരെ ആ ബാറുണ്ട്. അപ്പോൾ 10 മണി വരെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് വണ്ടി എടുത്ത് നേരെ പോയിട്ട് അപ്പോൾ നേരത്തെ കഴിച്ചിരുന്ന മദ്യം എന്ന് പറയുന്നത് രാവിലെ ചെന്നാൽ ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണല്ലോ ഇവർ ഒഴിക്കണേ. അപ്പോൾ അതിനകത്ത് പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാവും, ഇടത്തരക്കാരനുണ്ടാവും, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾ ആ പ്ലേറ്റിലുണ്ടാവും. മദ്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വൈറ്റ് റമ്മ്, മറ്റേ റമ്മ്, മറിച്ചത്, കൂടിയത്, കുറഞ്ഞത് എല്ലാം കൂടി വീഴുന്നൊരു സാധനമുണ്ട്. ആ സാധനം അവരെടുത്ത് വെച്ചിട്ടുണ്ടാവും. രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു 1.5 കിട്ടും. അപ്പോൾ അതൊരു വേറെ സുഖമായിരുന്നു. കൊതിപ്പിക്കണില്ല.
പക്ഷേ ഇപ്പോൾ എനിക്ക് അത്തരം ഒരു കൊതികളും ഇല്ല കേട്ടോ, അത് തുറന്നു പറയാം. കാരണം അതിൻ്റെ ഒരു വലിയ ദുരന്തം അനുഭവിച്ച് കയറി വന്നതുകൊണ്ട് മദ്യത്തിനോട് ഒരു കൊതിയും ഒരാഗ്രഹവും ഇല്ല. പിന്നെ അപ്പോൾ അങ്ങനത്തെ മദ്യങ്ങളായിരുന്നു ഈ സിനിമയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ ഭയങ്കര മദ്യപാനിയായി നടന്ന കാലഘട്ടത്തിൽ. പിന്നെ സിനിമ വന്നു, കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ സാധനത്തിൻ്റെ ലെവലൊക്കെ മാറ്റി, നമ്മൾ കുറച്ച് എന്താ പറയുക, നല്ല സാധനമൊക്കെ വാങ്ങിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 1.5 വാങ്ങിച്ച് അത് ഗ്ലാസ് നിറച്ച്, സാധാരണ വെള്ളം അധികം വേസ്റ്റ് ചെയ്യാറില്ല. മാക്സിമം വെള്ളം ഇത് കഴിച്ചതിന് ശേഷം വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് വെള്ളം സിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു പതിവായിരുന്നു. അല്ലെങ്കിൽ അതാണ് കൂടുതലും വെള്ളം ഒഴിക്കാതെ കഴിക്കുക, എത്രയും പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുക എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ വെള്ളം നിറച്ചൊഴിച്ച് സിപ്പ് ചെയ്ത് ഓരോ സിപ്പും ഇത് കുറേയൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ സൈക്കാട്രിസ്റ്റ് അദ്ദേഹം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിർത്താൻ പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് കിട്ടിയ ഒരു എനർജി നാളെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ മണികണ്ഠന് ഇന്ന് തന്നെ എല്ലാം നിർത്തി ഞാൻ ഡീസൻ്റായി എന്നൊക്കെ പറഞ്ഞ് പോകും, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബലം പിടിക്കണ്ട, പതുക്കെ പോയാൽ മതി. അങ്ങനെ നമ്മൾ ബലം പിടിച്ച് ഒന്നും നിർത്താൻ നോക്കണ്ട, അത് തന്നെ നിന്നോളും എന്ന് പറഞ്ഞ്. നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ, അതായത് ഈ ചില മരുന്നുകൾ നമുക്ക് ഈ ടോണിക്കൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ആവില്ലേ, ഒരു വല്ലാത്ത ഇഷ്ടപ്പെടാത്ത ഒരു എക്സ്പ്രഷൻ കൊടുക്കുക, ഇഷ്ടപ്പെടാതെ ആരോ നിർബന്ധിച്ചിട്ട് കഴിക്കുന്ന പോലെ വെറുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനത്, നമ്മൾ ആക്ടറും കൂടി ആയതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. ഇത് കഴിക്കണമല്ലോ, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ അഭിനയിച്ച് കഴിച്ച് ഏകദേശം കുറേ നാൾ എടുത്തു. അതിനിടയ്ക്ക് നമുക്ക് പല അതുവരെ ഇല്ലാത്ത പരിപാടികൾ വരും. പോകുന്നിടത്തൊക്കെ മദ്യം ഇഷ്ടം പോലെ നമ്മളെ കാറിൽ കൊണ്ടുവന്ന് വെച്ച് തരും. അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മദ്യ കൂട്ടുകാരെങ്കിലും കണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്നെ ഇതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിർത്താനായിട്ട്. കാരണം ഇപ്പോൾ ചന്തു, വാവ, ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ കുറേ എൻ്റെ ഏറ്റവും അടുത്ത കളുടിയന്മാരുണ്ട്. അവരൊരിക്കലും എന്നെ ഇതിലേക്ക് വലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവരൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ നന്നായി കാണണം, അവനെങ്കിലും നന്നാവട്ടെ എന്ന് പറയുന്നൊരു, ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാവരും തന്നെ മദ്യപാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഇടയ്ക്കും തലയ്ക്കൊക്കെ അവർ വല്ല കുഞ്ഞൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പഴയ പോലുള്ള അപകടമൊന്നും ആരും ഇല്ല എന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ ഈ അത്ര ബന്ധമില്ലാത്ത കൂട്ടുകാരുണ്ട്. അവർക്ക് നമ്മൾ കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താ, കഴിക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു 3 എണ്ണം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ കാർഡെടുത്ത് വലിക്കുക, കാർഡ് കയ്യിൽ കൊടുക്കുക, അങ്ങനത്തെ പണത്തിനൊരു, നമുക്കൊന്നിനും പേടിയില്ലല്ലോ. അപ്പോൾ പിന്നീട് നമ്മൾ നിർത്തുന്ന ഡേറ്റ് ഓർക്കാതിരിക്കുക, അത് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമാണ്. അതായത് എപ്പോഴും എല്ലാ മദ്യപാനികളും ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട, ഞാനിപ്പോൾ ഒരു മാസമായി ഞാൻ കഴിച്ചിട്ട് എന്നിങ്ങനെ പറയും ഭയങ്കര അഭിമാനത്തോടെ. ഞാൻ 5-6 കൊല്ലമായി. ആ ഡേറ്റ്, ലാസ്റ്റ് പെഗടിച്ച ടൈം, ഇതൊക്കെ അവൻ കൃത്യമായിട്ട് പറയും. ഇതവൻ അടുത്തത് തുടങ്ങാനുള്ള ടെൻഡൻസിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കോൺഫിഡൻസ് കൂടിയിട്ട് ഇപ്പോൾ ഇത്രയും പിടിച്ചു നിന്നില്ല, ഇനിയിപ്പോൾ എനിക്ക് ഒരെണ്ണം അടിച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് അവനെത്തും. അപ്പോൾ അതിനിടയ്ക്ക് കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ചീത്തയാവുമെന്ന് സ്വയം ഉള്ളൊരു തോന്നലിൽ വീട്ടിൽ കല്യാണം ആലോചിക്കാൻ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മൂത്ത 2 ജ്യേഷ്ഠന്മാരും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവരോട് പോയിട്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എങ്ങനെ പറയും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പെണ്ണ് നോക്കി തരാൻ പറ്റിയ, എന്താ പറയുക, നമുക്കങ്ങനെ കാരണവന്മാരോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മുടെ കാരണവർ നമ്മൾ തന്നെ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള, ഇപ്പോൾ കാരിക്കോട് ബാബുണ്ണനുണ്ട്, ഈ പേച്ചിമങ്കോലിൻ്റെ അവിടെയുള്ള ബാബുണ്ണൻ്റെ വീട്ടിലാണ് ഞാൻ സ്ഥിരമായിട്ട്. അവിടെ കുറച്ച് അണ്ണന്മാരുണ്ട്, പ്രകാശണ്ണൻ, കടുക്കൻ, കൃഷ്ണണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമാ നടനായാലും നമ്മൾ കാണിച്ചു കൂട്ടിയ കുറേ കാഴ്ചകളൊക്കെ ഈ സ്വന്തം ബന്ധത്തിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഓരോ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുള്ള
അഭ്യാസങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടിങ്ങനെ പെണ്ണ് തരാൻ ആർക്കും ധൈര്യം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മരട്ടിൽ മണപ്പാട്ട് മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു മാരിയമ്മൻ കോവിലുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ താമസിച്ചിട്ടുണ്ട്. ഞാൻ ആ അമ്പലത്തിൽ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞായിരിക്കുമ്പോൾ, കുഞ്ഞെന്ന് വെച്ചാൽ അത്ര കുഞ്ഞല്ല, ഒരു 17, 18, 19 ആ ഒരു ഏജിൽ അവിടെ ഈ പിരിവിന് പോകാനും അമ്മൻ കൂടെ നടത്താനും അതിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടുത്തെ മോഹൻ ചേട്ടനാണ്, കുടുംബക്കാരനാണ്, അവിടുത്തെ പ്രസിഡൻ്റൊക്കെയാണ് ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു അമ്പലത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉത്സവത്തിന് പിരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജയോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിളിക്കും. അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് പള്ളിപ്പറമ്പുകാവ് ഭാഗത്താണ്. അതായത് എൻ്റെ തറവാടുണ്ടായിരുന്ന അവിടുത്തെ ചേച്ചീനെയാണ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണുന്ന, ഞങ്ങളുമായിട്ട് ബന്ധമുള്ളൊരു ഫാമിലി, അതായത് ഞങ്ങളുടെ സമുദായം പോലെ തന്നെ ഈ തമിഴുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർ സ്ഥിരം കാണുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. അവർ കുറേ അക്കാമാരുണ്ട് അവിടെ, മിനി അക്ക, മിനി, സുനിത, ഇവരൊക്കെ. അപ്പോൾ ഈ സുനിത എന്ന് പറയുന്ന അക്കാളെയാണ് ഈ മോഹനൻ ചേട്ടൻ വിവാഹം ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മകള് ഇദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഈ പള്ളിപ്പറമ്പാവ് വീട്ടിൽ, ഞാൻ അതിലെ ഫ്ലാറ്റിലേക്ക് പോകുന്ന ആ വഴി തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്നുള്ള നിലയിലാണ് അന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉത്സവത്തിന്, അവരുടെ അമ്പലത്തിലെ ഉത്സവം അല്ലാതെ തൊട്ടപ്പുറത്ത് വാതക്കാട്ട് മാരിയമ്മൻ എന്ന് പറഞ്ഞിട്ട് മാരിയമ്മൻ ക്ഷേത്രമുണ്ട്. അവിടുത്തെ സത്യകരകത്തിൻ്റെ അന്ന് ഈ കരകമൊക്കെ നിറച്ച് കൊട്ടും മറ്റേ തകിലും മേളവും താലവും അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ പെൺകുട്ടിയെ അങ്ങനെ കാണുകയാണ്. കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ഹൈറ്റൊക്കെ വെച്ച് നോക്കിയപ്പോൾ, അടുത്തൊക്കെ പോയി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെയാണ്, നമുക്ക് എന്തോ ഒരു ചേർച്ചയുണ്ട്. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ പറയുന്നു, ഹൈറ്റൊക്കെ ഓക്കെ ആണല്ലോ, നമുക്കൊന്ന് ആലോചിച്ചാലോ എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നെ ഫോൺ വിളികൾ കൂടുന്നു. അവിടെ നിന്ന് പിന്നെ ചെറിയൊരു പ്രേമം സ്റ്റാർട്ടായി. ആ സമയത്തും മദ്യപാനമുണ്ട്. പക്ഷേ പതുക്കെ ഈ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി, നിർത്താനുള്ള ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. കല്യാണത്തിന് മുമ്പ് എന്തായാലും നിർത്തണം. കല്യാണം കഴിക്കുകയാണെങ്കിൽ കള്ളുകൂടി നിർത്തണം, വീടും വയ്ക്കണം. ഇത് രണ്ടും ഞാൻ തന്നെ എനിക്ക് ഇട്ട ഒരു ടാസ്ക്കാണ്. അത് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു കല്യാണം കഴിച്ചാൽ മതി. ഇനിയൊരു പെൺകുട്ടിയുടെ ശാപം, അതായത് അമ്മയെ അത്യാവശ്യം വിഷമിപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു പെണ്ണിൻ്റെ ശാപം കൂടി വേണ്ട, ആരെയും സങ്കടപ്പെടുത്തരുതെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഞ്ജലി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ അഞ്ജലിയായിട്ട് അങ്ങനെ പ്രണയത്തിലായി. അവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ എൻ്റെ ആളുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കണമെന്നുള്ള ഇതൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ വിചാരിച്ചു നേരിട്ട് അങ്ങ് പോയി ചോദിക്കുക. അപ്പോൾ നമുക്ക് ഒരു സൽപ്പേരായി നാട്ടിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. എല്ലാവർക്കും പഴയ ആ കുഞ്ഞു മണികണ്ഠനെ ഇഷ്ടപ്പെട്ടിരുന്ന പോലെ കുറേ കാലങ്ങൾക്ക് ശേഷം ആളുകൾ വീണ്ടും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പം നേരെ ഈ മോഹനൻ ചേട്ടനോട് ഞാൻ തന്നെ പോയി സംസാരിച്ചു, ഇന്ന പോലെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അപ്പോൾ അങ്ങനെ ആലോചിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നോക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞു. കല്യാണം ഏകദേശം ഉറപ്പാകുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ IMA ഹോള്, പിന്നെ അത്യാവശ്യം സിനിമാ താരങ്ങളെയും, വലിയൊരു കല്യാണം തന്നെയാണ് പ്ലാൻ ചെയ്തത്. ആ സമയത്ത് കൊറോണ അവതരിക്കുന്നത്, അപ്പോഴാണ് കൊറോണ വരുന്നത്. ഈ കൊറോണ സത്യത്തിൽ 2 രീതിയിൽ പോസിറ്റീവും നെഗറ്റീവും സംഭവിച്ചിട്ടുണ്ട്. കാരണം കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വീട് എന്താവുമായിരുന്നു എന്നറിയില്ല. കാരണം കല്യാണത്തിനും വീടിനും കൂടിയുള്ളൊരു ഫണ്ട് കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കൊറോണ വന്നു. ഇതിനിടയ്ക്ക് വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ സിനിമയിൽ ഉള്ള ഒരു പ്രമുഖ നടൻ ഒരു വലിയ എമൗണ്ട് സഹായിച്ചു.